വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഏമാൻ, ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ പാദത്തിൽ വന്ന് കർത്താവിൽ നിന്ന് പുതിയതെന്തെങ്കിലും സ്വീകരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഏമാൻ, നമ്മുടെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, മറിയ എന്നൊരു വ്യക്തി യേശുവിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പല ബൈബിൾ പാസേജസിൽ നമ്മൾ എടുക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ കാൽപാദത്തിൽ മറിയ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. തൻ്റെ സഹോദരി മാർത്ത അവിടെ കിച്ചണിലായിരിക്കുമ്പോൾ മറിയ എവിടെയാ? യേശുവിൻ്റെ കാൽപാദത്തിൽ. ഏമാൻ, അതിനുശേഷം വീണ്ടും നമ്മൾ വായിക്കുന്നു, ഷീമോൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് നടക്കുമ്പോൾ യേശുവിൻ്റെ കാൽപാദത്തിൽ വന്ന് അവിടെ തൈലം പൊട്ടിച്ച് ഒഴിച്ച് യേശുവിൻ്റെ കാലിനെ അനോയിൻറ്റ് ചെയ്ത് സ്വന്തം മുടി കൊണ്ട് യേശുവിൻ്റെ കാലിനെ തുടച്ച് ഉള്ളൊരു രംഗം നമ്മളവിടെ കാണുന്നു. ഇവിടെ എല്ലാം her favorite place was to be at the feet of Jesus. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം യേശുവിൻ്റെ കാൽപാദത്തിൽ വന്നിരിക്കുവാനായിരുന്നു. അതുപോലെ പല വ്യക്തികളെയും കർത്താവ്, ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന പല വ്യക്തികളെയും കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. Amen. To be at the feet of Jesus. അവിടെ നമുക്ക് എല്ലാം ഉണ്ട്. Amen. യേശുവിൽ നിന്ന് ചില കാര്യങ്ങൾ ലഭിക്കുന്നതിനെക്കാളും കൂടുതൽ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു പദവിയാണ്. Amen. ആ ഓരോ വാക്കുകൾ, ആ ഓരോ വചനങ്ങൾ, അത് ജീവൻ്റെ വചനങ്ങളാണ്. ഏമാൻ, അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും, അല്ലേ? ജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കലാണ് എന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമ്മൾ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഈമാൻ, ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. We are going to receive the daily bread from God. ഏമാൻ, ആദ്യമേ നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നൊരു കീ സ്പോൺസറാണുള്ളത്. ഇന്ന് സന്ദീപ് ആൻഡ് രമ്യ ഫ്രം ദി UAE. ഇന്ന് മകൻ ജോഷുവയുടെ 5ാമത്തെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജോഷുവ. ഇത്രയും ചെറുതാണെന്നപ്പോൾ പോലെ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. 5 വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സമയം ഇത്രയും വേഗത്തിലാണ് പോകുന്നത്. ബട്ട് ഗോഡ് ബ്ലെസ് യു. ഞാൻ വിശ്വസിക്കുന്നു മകൻ്റെ ലൈഫിൽ കർത്താവിന് വലിയ പ്ലാൻസ് ഉണ്ട്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവർ ജോഷുവയുടെ മേലുണ്ടാകട്ടെ. കർത്താവെ, ആ മകനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹിസ് ഫ്യൂച്ചർ ഇസ് ബ്ലെസ്ഡ് ഫാദർ. ദൈവമേ, ശക്തിയോടെ മകനെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ ഉപയോഗിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സന്ദീപ് ബ്രദറിനും രമ്യ സിസ്റ്ററിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ബോത്ത് ഓഫ് ദം, their married life and their future, everything, Father. Let your hand be upon them, Father. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. യു ക്യാൻ ഓൾസോ ബി എ വെൽ വിഷർ, എ പാർട്ട്ണർ ഓഫ് ബ്ലെസ്സിങ് ടുഡേ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു, ഇന്ന് UAE നിന്നൊരു സ്പോൺസറാണ് നമുക്കുണ്ടായിരുന്നത്. ഈ ഫ്രൈഡേ നമുക്ക് UAE നമ്മുടെ ഫ്രൈഡേ സർവീസ് നടക്കുന്നു. ബ്രദർ ഡാമിയൻ, ബ്രദർ സജിത്ത് ഒന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിലേക്ക് എല്ലാ UAE ദൈവമക്കളെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ തലേ ദിവസം തേഴ്സ്ഡേ നമുക്ക് ഖത്തറിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. സോ അതിലേക്കും ഖത്തറിലുള്ള എല്ലാ ദൈവമക്കളെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് വി ഹാവ് പവർഫുൾ കോൺഫറൻസസ് വെയിറ്റിംഗ് ഫോർ യു. യൂത്ത് കോൺഫറൻസ്, വിമൻസ് കോൺഫറൻസ് എല്ലാം ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. സോ 13 മുതൽ 30 വയസ്സ് വരെയുള്ള എല്ലാ ചെറുപ്പക്കാരും നമ്മുടെ യൂത്ത് കോൺഫറൻസിലേക്ക് സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു. ആൻഡ് 21 വയസ്സ് മുതൽ ഉള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ വിമൻസ് കോൺഫറൻസിലേക്ക് വെൽക്കം ചെയ്യുന്നു. കം ആൻഡ് മേക്ക് പ്ലാൻസ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ കോൺഫറൻസിലൂടെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ദിവസങ്ങളിൽ തുറക്കപ്പെട്ട സ്വർഗത്തിനോട് കണക്ട് ചെയ്ത് പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ യു ഗെറ്റിംഗ് സംതിങ്? എല്ലാ ദിവസവും കാണുന്നുണ്ടോ? ഒരു ദിവസം പോലും മുടങ്ങല്ലേ, ഒരു ദിവസം പോലും മുടങ്ങല്ലേ, ഒരു ദിവസം പോലും ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങല്ലേ. ഞാൻ നമ്മുടെ സ്പിരിച്വൽ ഫുഡായി, സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കണക്കാക്കുക. റെഗുലറായി കാണുന്ന എല്ലാവരെയും കർത്താവ് ഒത്തിരി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ മോർണിംഗ് ഗ്ലോറി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പല ചാനലുകളിലും കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. എന്നാൽ അതിന് ശേഷം ഇതിനധികം നമ്മൾ വചനമാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്. സോ ദാറ്റ് വി റിസീവ് സംതിങ് ഫോർ ദ സോൾ.
തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ താക്കോലുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 5 കണ്ടു, 6-ാമത്തേത് ഇന്നലെ ഞാൻ പറഞ്ഞു. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഇന്ന് ഞാൻ, എൻ്റെ പാർട്ട് 2 ആണ്. കീസ് ടു ഓപ്പൺ ഹെവൻ. നമ്പർ 6, ട്രീറ്റിംഗ് ഗോഡ് ആസ് എ ഹെവൻലി ഫാദർ. ദൈവത്തെ സ്വർഗീയ പിതാവായി കാണുക, അതിലൂടെ സ്വർഗം തുറക്കപ്പെടും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യേശു കർത്താവ് സ്നാനമേറ്റ് കയറുമ്പോൾ ദ ഡെക്ലറേഷൻ ഓഫ് ഫാദർഹുഡ് ഓവർ ജീസസ് ഉണ്ടായി. യേശുവിൻ്റെ മേൽ പിതൃത്വം പ്രഖ്യാപിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ നാം രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ സ്വന്തം കർത്താവായി സ്വീകരിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മുടെ മേലെ ഒരു ഡെക്ലറേഷൻ നടക്കുകയാണ്. എന്താണത്? സ്വർഗത്തിലെ ദൈവം പറയാം, ഞാനാണ് ഇവൻ്റെ പിതാവ്, അവൻ എൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിക്കും. ആ സമയം മുതൽ ഭൂമിയിലെ പിതാവിനേക്കാൾ ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് സ്വർഗത്തിലെ പിതാവ് സ്റ്റെപ്പിൻ ചെയ്യും. അവിടെ തുടങ്ങുന്നത് ഒരു ഫാദർ ചൈൽഡ് റിലേഷൻഷിപ്പാണ്, ഫാദർ സൺ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ്. ഇതൊരിക്കലും തകരരുത്, ഈ ബന്ധം കളയരുത്. അത് എന്നൊരല്പം ഉലയുന്നോ അപ്പോൾ നമുക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങും. പ്രാർത്ഥന പോലെ ഒന്ന് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരു വല്ലാത്ത അണീസിനെസ്, ഒരു ഡിസ്കംഫർട്ട് ഉള്ളിൽ തോന്നും. കറക്റ്റ് അകത്തൊരു കണക്ഷൻ എവിടെയെങ്കിലും ഉലയുന്നതായി തോന്നിയാൽ മതി, നമ്മൾ അപ്സെറ്റ് ആവും. ഈ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ ഭാഗത്ത്, ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു ചേഞ്ചുമില്ല. നമുക്ക് ഇമോഷണൽ ചേഞ്ചസ്, മെൻ്റൽ ചേഞ്ചസ്, വിശ്വാസം തന്നെ ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കാനുണ്ട്. പിതാവിനോട് അടുത്തിരിക്കാൻ, ആ ബന്ധം നല്ല രീതിയിൽ സൂക്ഷിക്കാൻ. ഇന്നലെ ഞാൻ അതെല്ലാം പറഞ്ഞു വന്നു. യേശു കർത്താവിൻ്റെ മേൽ സ്വർഗത്തിലെ പിതാവിൻ്റെ പിതൃത്വം പ്രഖ്യാപിക്കപ്പെട്ട ആ സമയം മുതൽ പിന്നെ വളർത്തു പിതാവായ ജോസഫിന് ഒരു സ്ഥാനമില്ല. വചനത്തിലെങ്ങും അദ്ദേഹം പിന്നെ വെളിപ്പെടുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്കൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം കൂടുതൽ എംഫസിസ് വരുന്ന സ്വർഗീയ പിതാവിനാണ്, ഭൂമിയിലെ പിതാവിനല്ല. എൻ്റെ അർത്ഥം ഇനി അവരെ നോക്കണ്ടെന്നോ കരുതണ്ടെന്നോ അവരുമായിട്ട് ബന്ധം വേണ്ടെന്നോ ഒന്നുമല്ല. പഴയതിനേക്കാൾ കൂടുതൽ അവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, എല്ലാം ചെയ്യുക. പക്ഷേ ഇനി പുൾ എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. ഭൂമിയിലെ പിതാക്കന്മാർ, ഇത് ചിലരോട് ഞാൻ പറയുന്നൊരു പേഴ്സണൽ മെസ്സേജാണ്. ഇവിടെ നോക്ക്, ഭൂമിയിലെ പിതാവിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കിട്ടിയില്ലേലും, ശ്രദ്ധിക്കുക, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കിട്ടിയില്ലേലും ദുഃഖിക്കൊന്നും വേണ്ട. ചിലപ്പോൾ വേണ്ട രീതിയിൽ അവകാശം കിട്ടിയില്ല, വേണ്ട രീതിയിൽ സ്നേഹം കിട്ടിയില്ല, വേണ്ട രീതിയിൽ ഒരു കരുതൽ കിട്ടിയില്ല, കൂടുതൽ സാന്നിധ്യം കിട്ടിയില്ല. നോ പ്രോബ്ലം. സ്വർഗത്തിലെ പിതാവിൽ നിന്ന് അതും കൂടി കോമ്പൻസേറ്റ് ചെയ്ത് എൻ്റെ നഷ്ടപരിഹാരത്തോടുകൂടി എല്ലാം കിട്ടും. സ്വർഗത്തിലെ പിതാവിൽ നമുക്ക് ലഭിക്കുന്ന നിത്യ അവകാശമാണ്. നമുക്ക് ഇന്നൊരു ഭാഗം വായിക്കാം. റോമാലേഖനം 8:15 മുതൽ 17 വരെ. Romans chapter 8, verse number 15 to 17. The spirit you received does not make you slaves, so that you live in fear again. Rather, the spirit you received brought about your adoption to sonship, and by him we cry, Abba, Father. നിങ്ങൾ സ്വീകരിച്ച എൻ്റെ പരിഭാഷയാണ്, ശരിയായിട്ടുള്ള ബൈബിളിലെ പരിഭാഷ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എൻ്റെ പരിഭാഷയാണ്, ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം. ദ സ്പിരിറ്റ് യു റിസീവ് ഡസ് നോട്ട് മേക്ക് യു സ്ലേവ്സ്. നിങ്ങൾ സ്വീകരിച്ച ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരിക്കലും അടിമകളാക്കുന്നില്ല. സോ ദാറ്റ് യു ലിവ് ഇൻ ഫിയർ അഗൈൻ. വീണ്ടും ഭയത്തിൽ ജീവിക്കേണ്ടതിന് അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. Rather, the spirit you received brought about your adoption to sonship. എന്നാൽ ഈ ആത്മാവ്, നിങ്ങൾ സ്വീകരിച്ച ആത്മാവ് പുത്രത്വത്തിലേക്ക് നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു.
പുത്രത്വത്തിലേക്ക് നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു. ആൻഡ് ബൈ ഹിം വി ക്രൈ ആബ ഫാദർ. അവനാൽ നാം ഇപ്പോൾ അവനെ വിളിക്കുന്നത് ആബ ഫാദർ എന്നാണ്. എന്തുകൊണ്ടാണ് ആബ ഫാദർ? ആബ എന്ന് പറഞ്ഞാലും ഫാദർ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. എന്തുകൊണ്ട് അത് അടുപ്പിച്ചു വന്നു? ഒരേ പദം ഒരേ കാര്യം 2 പ്രാവശ്യം പറഞ്ഞു. അത് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് 16-ാമത്തെ വചനം. The Spirit himself testifies with our spirit that we are God's children. ഈ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവ് അകത്ത് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. ഹലോ. പരിശുദ്ധാത്മാവത്തുണ്ട്. ഐ ആം ബോൺ അഗെയിൻ. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാ സ്നാനം എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് അകത്തുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം പറയുന്നത്. കൈ ഉയർത്തി കാണിക്കാം പ്ലീസ്. അത് വന്നു കഴിഞ്ഞാൽ അകത്ത് നിന്നും ഒരു സിഗ്നൽ പുറപ്പെടുകയാണ്. ദിസ് ഈസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ദിസ് ഈസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇത് എൻ്റെ മൊബൈൽ ഫോണാണേ. ഇതിനകത്തൊരു സിം കാർഡ് ഉണ്ടല്ലോ. ഈ സിം കാർഡ് ഇതിനകത്ത് കിടക്കുമ്പോൾ ആ സിം കാർഡ് നിന്നും ചില സിഗ്നലുകൾ വരുന്നുണ്ട്. ഓക്കെ, കാരണം അത് ആ ഒരു കോപ്പറോ എന്തോ ഒരു മെറ്റാലിക് സാധനമാണല്ലോ എൻ്റെ അകത്തിടുന്നത്. ഇതിൽ നിന്ന് ചില സിഗ്നലുകളുണ്ട്. ഇതുപോലെ അത് പുറത്തേക്ക് വരുന്നത് പോലെ ചില ടൈഗേഴ്സ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ടൈഗേഴ്സിനെ വനം വകുപ്പുകാർ ചെന്ന് അതിൽ നിന്നും സിഗ്നലുകൾ പുറപ്പെടുന്ന, എനിക്ക് തോന്നുന്നു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആകാം, എന്തോ വേവ്സ് പുറപ്പെടുന്ന ചില കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വെടിവെച്ച് കൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും, ഇന്ന സ്ഥലത്തൂടെ പോകുന്നത്. ഈ ടൈഗേഴ്സിനെ അവർക്ക് ട്രാക്ക് ചെയ്യാം, കാരണം അതിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകൾ ഡിറ്റക്റ്റ് ചെയ്യും. ഇതുപോലെ പലതും ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, അകത്ത് നമ്മുടെ സ്പിരിറ്റിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ചില സിഗ്നലുകൾ പുറപ്പെടുവിക്കുകയാണ്. എന്താണിത് പറയുന്നത്? ദിസ് ഈസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഡോണ്ട് ടച്ച് ദാറ്റ് പേഴ്സൺ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇവനെ തുടരുത്. ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന കൽപ്പന ഇതാണ്: എൻ്റെ കണ്ണിൻ മണിയാണ്, എൻ്റെ കൺമണിയാണ്, എൻ്റെ കുഞ്ഞാണ്, തുടരുത്, എൻ്റെ കുഞ്ഞിനെ തുടരുത്. രാവിലെ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെ അമ്മയും അപ്പനും യൂണിഫോം ഇട്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു. തിരിച്ച് ആ സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് വരെ ഈ കുഞ്ഞിപ്പോൾ എന്ത് വിചാരിക്കും? ഇപ്പോൾ ഇൻ്റർവെല്ലായിരിക്കും, ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ, കൊണ്ട് കഴിക്കുമോ കുഞ്ഞ്? എപ്പോഴും ഈ അമ്മയും അപ്പനും ആ കുഞ്ഞിൻ്റെ ഇതിങ്ങനെ. അപ്പോഴാണ് എനിക്കൊരു ഫോൺ വരുന്നത്, അയ്യോ എന്തെങ്കിലും സംഭവിച്ചു എൻ്റെ കുഞ്ഞിന് ചെറിയ ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ, ഒന്ന് വന്ന് കൊണ്ടുപോയാൽ കൊള്ളാം. അപ്പോൾ തന്നെ വണ്ടി എടുത്ത് ഓടുകയാണ്. കാരണം അത്രയ്ക്ക് കണക്റ്റഡാണ്. ഇതുപോലെ സ്വർഗത്തിലെ പിതാവിൽ നിന്ന് 2 രീതിയിലാണ് ബന്ധം വരുന്നത്. ഇവിടെ പറയുന്നത് അഡോപ്ഷൻ എന്നാണ്. ദത്തെടുപ്പുണ്ട്, ജനനമുണ്ട്. ഇത് രണ്ടും ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നു. ഹായ് സിസ്റ്റേഴ്സ്, ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6, 7 അതായത് വെള്ളി, ശനി ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഖത്തർ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സ്ഥലം ബേത്ലഹേം ഹാൾ, ആംഗ്ലിക്കൻ സെന്റർ, ദോഹ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9743323292.
ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08 ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്, സമ റെസിഡൻസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 971-58-546-2400 അല്ലെങ്കിൽ 971-50-452-6391. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 8 വരെ വായിക്കുമ്പോൾ അവനിൽ നിന്നും ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 യോഹന്നാനിൽ പല പ്രാവശ്യം നാം അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, അവൻ്റെ വിത്ത് നമ്മിലുണ്ട്, ജനിച്ചു 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 എന്ന് പറയുന്നു. റോമാലേഖന 8 വേറൊരു ആസ്പെക്റ്റിലാണ് പറയുന്നത്, അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. വേറെയും ചില സ്ഥലങ്ങളിലുണ്ട്. ദ സ്പിരിറ്റ് you received brought about your adoption to sonship. ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ദത്തെടുപ്പിൻ്റെ ആത്മാവ് നമുക്ക് വന്നിരിക്കുന്നു. അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. ഇനി ടെക്നിക്കലി ചിന്തിക്കുമ്പോൾ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ സ്വാഭാവികമായി ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് തന്നെ അമ്മമാരും അപ്പന്മാരും സ്നേഹിക്കും. എപ്പോഴും ഇങ്ങനെ കരുതലുണ്ടായിരിക്കും. എന്നാൽ അഡോപ്റ്റഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണെന്നിരിക്കട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത പലരും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു. ആ സമയത്ത് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നുള്ള സ്നേഹം ഇല്ല, അത് വരില്ല. ഈ ശരീരത്തിൽ തന്നെയുള്ള ചില കെമിക്കൽസോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ലിങ്ക് കൊണ്ട് ജനറേറ്റ് ചെയ്ത് വരുന്നൊരു സ്നേഹമുണ്ട്, അതില്ല അവിടെ. കാരണം ഒരു ഓർഫനേജിൽ നിന്നോ ഏതെങ്കിലും സ്ഥലത്തിൽ അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്, പേപ്പറുകൾ സൈൻ ചെയ്ത് ലീഗലി അഡോപ്റ്റ് ചെയ്തതാണ്. ആ കുഞ്ഞിനെ സ്നേഹിക്കണമെങ്കിൽ ഒരു ഇങ്ങനെ പറയേണ്ടത് ഒരു വിൽഫുൾ എഫേർട്ട് ആവശ്യമാണ്. ശരിക്കും മനഃപൂർവ്വമായി തന്നെ സ്നേഹിക്കണം. അതുകൊണ്ട് ഈ അഡോപ്റ്റഡ് കുഞ്ഞിനോടുള്ള സ്നേഹമാണ് സ്വന്തമായി പിറന്ന കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ വലുത്. കാരണം അത് ജനറേറ്റ് ചെയ്ത് മനഃപൂർവ്വമായി സ്നേഹിക്കുകയാണ്. ഈ കുഞ്ഞിനെ എനിക്ക് വേണം, എൻ്റെ കുഞ്ഞാക്കി ഞാൻ മാറ്റിയിരിക്കും. ഈ 2 തരത്തിലുള്ള സ്നേഹവും സ്വർഗത്തിലെ പിതാവിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇനി എന്ത് വേണം? ഇത് രണ്ടും വന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് 17-ാമത്തെ വചനമാണേ. Now if we are children, then we are heirs, heirs of God and co-heirs with Christ. If indeed we share in his sufferings, in order that we may also share in his glory. പിന്നെ പറയുന്ന ഇതാണ്, നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്. പറഞ്ഞേ, ഞാൻ മകനെങ്കിൽ അവകാശിയാണ്, ഞാൻ മകളെങ്കിൽ അവകാശിയാണ്. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടേ പ്ലീസ് ലൈവ് ചാറ്റിലല്ല, കമൻറ്റ് സെക്ഷനിലിട്. heirs of God and co-heirs with Christ. ദൈവത്തിൽ അവകാശികളും ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളുമാണ്. If indeed we share in his sufferings, in order that we may also share in his glory. നാം അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുന്നെങ്കിൽ അവൻ്റെ മഹത്വത്തിലും അവൻ്റെ തേജസ്സിലും നമ്മൾ പങ്കാളികളായിത്തീരും. വാവ്! ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാവരും തിരുമ ദൈവമേ കർത്താവേ, ഇതൊക്കെ സാധാരണ എല്ലാവരും വിളിക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറത്ത് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വളരണം. ഇന്നലെയാണോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, പൊതുവേ ദൈവമേ എന്ന് കാണുന്ന ഒരു പരാശക്തി, ഒരു ദൈവം എവിടെയോ എന്തോ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഏതൊരു കോണിൽ പോയി കസേരയിട്ടിരിക്കുന്ന, സിംഹാസനമിട്ടിരിക്കുന്ന ഏതൊരു ദൈവം എവിടെയുണ്ട്. അങ്ങനെയല്ല. സ്വർഗത്തിലെ പിതാവ് എൻ്റെ സ്വന്തം, സ്വർഗത്തിലെ ദൈവം എൻ്റെ സ്വന്തം പിതാവാണ്. ആ പേഴ്സണൽ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ആബാ ഫാദർ? ആബ എന്ന് പറഞ്ഞാൽ പിതാവാണ്, ഫാദർ എന്ന് പറഞ്ഞാലും പിതാവാണ്. എന്തുകൊണ്ടാണ് അടുപ്പിച്ചു വന്നിരിക്കുന്നത്? അതിൻ്റെ ഒരു വ്യൂ ഇതാണ്. ആബ അരമായിക്കാണ്. പല പ്രാവശ്യം ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അരമായിക്ക് അന്നത്തെ ഭാഷ, പൊതുവെ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നൊരു ഭാഷയാണ് അരമായിക്ക്. യേശു അരമായിക്ക് ഭാഷയിലാണ് അധികവും സംസാരിച്ചിരുന്നതെന്നാണ് അറിവ്. അരമായിക്ക് ഭാഷയിൽ ആബ
എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ വിളിക്കുന്ന ഒരു രീതിയാണത്, ആബ ആബ ആബ. എന്നാൽ ഗ്രീക്ക് ഭാഷയിലാണ് ഇത് എഴുതിയത്. ഇപ്പോൾ പൗലോസ് ഇത് എഴുതുമ്പോൾ ആബ അതിനുശേഷം പാറ്റർ, PATER, ആ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാദർ എന്നുള്ള ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ ആബ പിതാവ്, പിതാവ് എന്ന് പറയുന്നത് മലയാളമാണ്. ആ രണ്ടാമത്തെ സ്ഥലത്ത് ഒറിജിനലി പൗലോസ് എഴുതിയത് പാറ്റർ എന്നാണ്. പാറ്റർ അത് ഗ്രീക്കാണ്. അപ്പോൾ അരമായിക് ഭാഷയിൽ പിതാവിനെ വിളിക്കുന്ന ആബ എന്നും ഗ്രീക്ക് ഭാഷയിൽ വിളിക്കുന്ന പാറ്റർ എന്നും, ആബ പാറ്റർ, ആബ പാറ്റർ, ആബ ഫാദർ, ആബ പിതാവ്, ആബ പാറ്റർ എന്നാണ് ഒറിജിനലി എഴുതിയത്. ആബ ജൂയിഷ് ആണെങ്കിൽ പാറ്റർ എന്താണ്, ഗ്രീക്കാണ്. അതിൻ്റെ അർത്ഥം യഹൂദന്മാർക്ക് വിളിക്കുന്ന രീതിയും ജാതികൾ വിളിക്കുന്ന രീതിയിലും രണ്ടും വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം യഹൂദന്മാർക്ക് അവൻ പിതാവ്, ഇപ്പോൾ ഇതാ ജാതികൾക്കും ഈ സ്വർഗത്തിലെ ദൈവം പിതാവായി മാറിയിരിക്കുന്നു. ഐ ഫീൽ ദി അനോയിന്റിംഗ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ അവരെ കൈക്കൊണ്ട് ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് ജാതികളെ കുറിച്ച് പറയുകയാണ്. യഹൂദന്മാർ ഓൾറെഡി ദൈവജനമാണ്. എന്നാൽ നമ്മെ പോലുള്ള ജാതികളെ, ജനതകളെ, യഹൂദരല്ലാത്തവരെയും അവനിതാ ദത്തെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ആബ പാറ്റർ, ആബ ഫാദർ, ആബ പിതാവ്. യഹൂദന്മാരും വിളിച്ചോട്ടെ, ജാതികളും വിളിച്ചോട്ടെ, എല്ലാവർക്കും ഞാൻ പിതാവ്. ഇതാണ് ദൈവത്തിൻ്റെ പിതൃത്വം. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ പിതാവായി തീർന്നിരിക്കുന്നു. അങ്ങനെ ആ പിതൃത്വത്തെ മുറുകെ കയറി പിടിക്കുമ്പോൾ സ്വർഗം തുറക്കും. അതിനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആമേൻ. ജെയിംസ് 1:18, യാക്കോബ് 1:18 നോക്കിയേ. He chose to give us birth through the word of truth, that we might be a kind of first fruits of all he created. അവിടെ പറയുന്നത് He chose us to give us birth through the word of truth. സത്യത്തിൻ്റെ വചനത്താൽ ജനിക്കുവാൻ, വീണ്ടും ജനിക്കുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ വചനത്താൽ, the seed of God. അതിനാൽ ജനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. That we might be a kind of first fruits of all he created. അവൻ സൃഷ്ടിച്ച സകലത്തിലും ഒരാദ്യ ഫലമായി തീരുവാൻ. കർത്താവ് എന്തെല്ലാം ഭൂഗോളങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രക്കൂട്ടങ്ങളും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നാം അവൻ്റെ ഫസ്റ്റ് ഫ്രൂട്ട്സ് ആയിത്തീരാൻ വേണ്ടി തന്നെ. ഇൻ അതർ വേർഡ്സ്, ഗോഡ് ഗേവ് us rebirth of his own will, according to his own will. തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ നമുക്ക് റീബർത്ത്, ജനനം തന്നിരിക്കുകയാണ്, ആത്മാവിൽ ജനിക്കാൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും പ്രത്യേക മാതാപിതാക്കന്മാരാൽ ജനിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കാത്തിരുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നമ്മളാരും പ്രത്യേകിച്ച് അപേക്ഷിച്ചിട്ടല്ല ഏതെങ്കിലും മാതാപിതാക്കളാൽ നമ്മൾ പിറന്നു വീണത്. പകരം അവർ ഒരു സ്ത്രീ പുരുഷനും അവരുടെ ഇഷ്ടത്തിൽ യോജിച്ചു വന്നപ്പോഴാണ് ജനനമുണ്ടായത്. യോഹന്നാൻ 1:12 ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു. Yet to all who did receive him, to those who believed in his name, he gave the right to become children of God. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Children born not of natural descent. സാധാരണ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെ ഇഷ്ടത്തിലല്ല, nor of human decision or a husband's will, ഏതെങ്കിലും ഒരു ഭർത്താവിൻ്റെ ഇഷ്ടത്താലല്ല, but born of God. എന്നാൽ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ജനനം. ഇനി 1 യോഹന്നാൻ 5:1 നോക്കുക. 1 John 5:1. Everyone who believes that Jesus is the Christ is born of God. യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. And everyone who loves the Father loves his child as well. പിതാവിനെ സ്നേഹിക്കുന്നവരെല്ലാം പുത്രനെയും സ്നേഹിക്കും. ഇതാണ് അവിടെ പറയുന്നത്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും
ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി, പാല് കിട്ടാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാദറും മദറും എനിക്ക് പാല് തരണം, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് 7 ദിവസം 21 ദിവസം 40 ദിവസമൊക്കെ ഉപവസിച്ച് കാത്തിരിക്കുകയാണ്. പാല് തരാൻ ഒരു നല്ല ബുദ്ധി എൻ്റെ ഡാഡിക്ക് കൊടുക്കണേ, ചോക്ലേറ്റ് എടുത്ത് തരാൻ ഒരു നല്ല ബുദ്ധി എൻ്റെ മമ്മിക്ക് കൊടുക്കണേ. 40 ദിവസം ഉപവാസത്തിൽ. എന്താ മോനെ, എന്താ കുഞ്ഞെ ഉപവസിക്കുന്നേ? അയ്യോ, അവർക്കൊരു ബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് തീറ്റാൻ, എനിക്ക് പാല് വേണം, ബിസ്ക്കറ്റ് വേണം, ചോക്ലേറ്റ് വേണം, അതിന് വേണ്ടിയിട്ട് എന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ആരെങ്കിലും കുഞ്ഞായിരുന്ന സമയത്ത് ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? The responsibilities of your father covered everything. കേട്ടില്ല അല്ലേ? പിതാവിൻ്റെ ഉത്തരവാദിത്വം ഇതെല്ലാം കവർ ചെയ്തു. ഒരപ്പൻ്റെ ഉത്തരവാദിത്വമാണ് മക്കൾക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കാതെ, പ്രത്യേകിച്ച് വളരെ ചെറുതായിരിക്കുമ്പോൾ. കുഞ്ഞിന് പോലും അറിയില്ല പാല് വേണമെന്ന്, എന്ത് കുടിക്കണമെന്ന്. അപ്പുറത്ത് മണ്ണെണ്ണ ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ മണ്ണെണ്ണ ആയിരിക്കും എടുത്ത് കുടിക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാനുള്ളതായിട്ടില്ല ഒരു കുഞ്ഞിന്, ഒരു ശിശുവിന്. പക്ഷെ the responsibility of the father covers all the needs of the children. അതൊന്ന് ടൈപ്പ് ചെയ്തിടണം, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. The responsibilities of the father covers all the requirements, all the needs of the children. കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പിതാവിൻ്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്വം കവർ ചെയ്യുന്നു. എങ്ങനെയാണ്? നല്ല മലയാളം ആരാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്തിടുക. ഉത്തരവാദിത്വം അതെല്ലാം കവർ ചെയ്യുന്നു, അതെല്ലാം കരുതുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല ഭാഷ ആരാണെന്ന് വെച്ചാൽ നല്ല ഭാഷയുള്ളവർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിടുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി കാണും. പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ് മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളത്. ഇത് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയണം. നമ്മൾ ഒത്തിരി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കിടന്ന് കരഞ്ഞ് കൈയും കാലും ഇട്ടടിച്ച് സമർസോൾട്ട് മറിയുമ്പോഴല്ല ദൈവം നമുക്ക് കാര്യങ്ങൾ തരുന്നത്. അങ്ങനെ കിടന്ന് കാണിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫാക്ടറികളുടെയൊക്കെ മുമ്പിൽ സമരമിരിക്കുന്ന ഹങ്കർ സ്ട്രൈക്കൊക്കെ, നിരാഹാരമൊക്കെ, ഒരു ചെറിയൊരു കുടിൽ കെട്ടി കുറേ കൊടികളൊക്കെ തൂക്കി, പല രാഷ്ട്രീയ പാർട്ടികളെ കൊടികളൊക്കെ തൂക്കി ചിലപ്പോൾ നീരാഹാരമായിരിക്കും അറിഞ്ഞൂടെ, സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവർ സമരം ചെയ്താണ് ബോണസ് കിട്ടുന്നത്, സമരം ചെയ്താണ് ശമ്പള വർധന ഉണ്ടാകുന്നത്. ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുറവിളി കൂട്ടി MD തടഞ്ഞ് ചിലപ്പോൾ ആ ഫാക്ടറി തന്നെ തല്ലിപ്പൊളിച്ച് ബഹളം ഉണ്ടാക്കുമ്പോഴാണ് തൊഴിലാളി സമരം മൂത്തിട്ട് അവർ ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിക്കുന്നത്. എന്നാൽ ഒരു പിതാവ് അങ്ങനെ അല്ല കുഞ്ഞെ. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല ദൈവം തരുന്നത്. The responsibility of the father covers everything. ഈ ബന്ധത്തിലേക്ക് വളരണമെന്ന് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. വളരെ പെട്ടെന്ന് ഈ യാക്കോബ് 1:17 പറയുന്നുണ്ട്, എവറി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം അബവ്, കമ്മിങ് ഡൗൺ ഫ്രം ദ ഫാദർ ഓഫ് ദ ഹെവൻലി ലൈറ്റ്സ്, ഹു ഡസ് നോട്ട് ചേഞ്ച് ലൈക്ക് ഷിഫ്റ്റിംഗ് ഷാഡോസ്. നിഴലുകൾ പോലെ മാറാത്ത നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്നാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. നല്ല ദാനം എന്താണ്, തികഞ്ഞ വരം എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ ഒരു സമയത്ത് തന്നു. എന്നാൽ പെട്ടെന്ന് പറയാം. കുറേ നാൾ മുമ്പ് ഒരാൾ എനിക്കൊരു ഷർട്ട് തന്നു. ഷർട്ടെന്ന് പറഞ്ഞാൽ വെരി കോസ്റ്റ്ലി, ഗിഫ്റ്റായിട്ട് തന്നത്, വെരി കോസ്റ്റ്ലി. ഇട്ടുകൊണ്ട് നടന്നാൽ തന്നെ ഒരു ചന്തമുണ്ട്, അതുപോലത്തെ നല്ലൊരു ഷർട്ട് തന്നു. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് നോക്കിയപ്പോഴേക്കും ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിങ് ഇവിടെ കിടക്കുന്നു, കൈക്ക് കുറച്ചുകൂടി നീളം, എനിക്ക് ഫിറ്റല്ല. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഗിഫ്റ്റ്, നോട്ട് പെർഫെക്റ്റ് ഫോർ മീ, നോട്ട് പെർഫെക്റ്റ്ലി ഫിറ്റിംഗ് ഫോർ മീ. ഇതാണ് നല്ല ദാനവും തികഞ്ഞ വരവും. ചിലതൊക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ സ്വർഗത്തിലെ പിതാവ് നല്ലതും തികഞ്ഞതുമായ വരം നമുക്ക് തരുന്നു. ഇതെനിക്ക് കറക്റ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഷോൾഡർ, ഈ ഹാൻഡ്, ഈ കൈയുടെ ലെങ്ത്, ഇതെല്ലാം എനിക്ക് കറക്റ്റ്. അപ്പം ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും. ഒരു പിതാവിനെ അത് തരാൻ പറ്റും.
നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇന്ന് മുതൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോവുക. പിതാവിനെ, സ്വർഗത്തിലെ ദൈവത്തെ പിതാവായി കാണുമ്പോൾ മുതൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ദുഷ്ടന്മാരായ മനുഷ്യർ പോലും അങ്ങനെ കൊടുക്കില്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അങ്ങനെ ചെയ്യുമോ? ഈ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക, അങ്ങനെയുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ അങ്ങ് വലിയവനാകിയാൽ നന്ദി. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും ഇപ്പോൾ തന്നെ കൈനീട്ടി സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ എല്ലാവർക്കും ലഭിക്കട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ. ഹായ് സിസ്റ്റേഴ്സ്, ഈ ആഴ്ചയിൽ വിമൻസ് കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേകമായിട്ട് റീജിയണൽ വൈസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ പലയിടത്തേക്കും വരാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിലെ 6, 7, അതായത് വെള്ളി, ശനി, ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ തിരുവല്ലയിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടന്നു വരണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഈ ഗ്ലോ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കൗണ്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വലുത് ചെയ്യാൻ പോകുക. സോ സ്റ്റേ ടുഗദർ, പ്രേ ടുഗദർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഖത്തർ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സ്ഥലം ബേത്ലഹേം ഹാൾ, ആംഗ്ലിക്കൻ സെന്റർ, ദോഹ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9743323292. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ് പാസ്റ്റർ ഡാമിയൻ ആന്റണിയും ശുശ്രൂഷിക്കുന്നു. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ. സ്ഥലം ഹാൾ നമ്പർ M08, ബാബ് അൽവാദ ഈവൻ മാനേജ്മെന്റ്, സമാ റെസിഡൻസി, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 9715462400 അല്ലെങ്കിൽ 971504526391.